Hi, welcome to the class. So, BEd-ൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ EDU02 ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ, അതായത് സൈക്കോളജി പേപ്പറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിറ്റ് 1 ബേസിക് കോൺസെപ്റ്റ്സ് അബൌട്ട് ഡെവലപ്മെൻറ്റ്, അതിൽ തന്നെ സിലബസ് പ്രകാരം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ബയോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? ഫെസിലിറ്റേറ്റ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ലേണേഴ്സ് ത്രൂ നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്. അതായത് നമുക്ക് ആവശ്യമുള്ള നമ്മളുടെ സമൂഹം ആഗ്രഹിക്കുന്ന ചേഞ്ചസ് കുട്ടികളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇതിന് രണ്ടിലും വേണ്ട ട്രാൻസ്ഫോർമേഷൻ വേണ്ട രീതിയിലുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഗ്രോത്ത് എന്ന് പറയാം? അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. അതായത് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങളെയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളെയും നമുക്ക് ഗ്രോത്ത് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഹൈറ്റ് കൂടുന്നത്, വെയിറ്റ് കൂടുന്നതൊക്കെ ഒരാളുടെ ബോഡിയിൽ വരുന്ന ഗ്രോത്ത് ആണെന്ന് പറയാം. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് പ്ലസ് ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. അതായത് അവരുടെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ, അതായത് മാനസികമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ളതാണ് പ്ലസ് ഗ്രോത്ത്. അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അവരുടെ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാം, ലേണിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇനി ഇവിടെ ക്രോ ആൻഡ് ക്രോയുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അബൌട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ചോദിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഗ്രോത്ത് റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച്, വൈൽ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ടു ചേഞ്ചസ് ഇൻ ബിഹേവിയർ വിച്ച് റിസൾട്ട് ഫ്രം എൻവയോൺമെൻറ്റൽ സ്റ്റിമുലേഷൻ. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത്, അതിനോടൊപ്പം തന്നെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്. ഈ ബിഹേവിയറിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരിക? പുറത്തു നിന്നുള്ള സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ പുറത്തു നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്, ലൈക്ക് സെൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹൈറ്റിലോ വെയിറ്റിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ആൻഡ് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ആണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ ഇൻട്രാക്ഷൻ ആണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻക്രീസ് ആണ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആണ്. ഇപ്പോൾ ഒരു ബ്രെയിനിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ എക്സ്പാൻഷൻ ആണ്. പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ്, മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുപ്പത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ചും കൊഗ്നിറ്റീവ് പ്രോഗ്രസിനെയും കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് നോൺ കണ്ടിന്യൂസ് ഇൻ നേച്ചറാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി വളരുകയാണെന്ന് വിചാരിക്കുക, ഹൈറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി ആ കുട്ടി ഹൈറ്റ് വെക്കുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് നോൺ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ കൈകളുടെ നീളം വെക്കുക, കാലുകളുടെ നീളം വെക്കുക, ബോഡിയുടെ വലുപ്പം, അതൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജിൽ എന്താവും? സ്റ്റോപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ കളക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഓരോ ഏജിലും ഇപ്പോൾ വെയിറ്റിൻ്റെയോ ഹൈറ്റിൻ്റെയോ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നത്തതിൽ നിന്നും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര മാസത്തിൽ ഇത്ര വെയിറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് 1 മന്തിൽ ഇത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം. ഇപ്പോൾ 2-ാം മാസം ആകുമ്പോഴത്തേക്ക് ഇത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ലെങ്ത്ത് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ലെങ്ത്ത് ഹൈറ്റ് വെക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റേജിലും ഏകദേശം നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതായത് മുന്നത്തെ സ്റ്റേജിൽ അച്ചീവ് ചെയ്തതിന് ശേഷമാണ് മറ്റേ സ്റ്റേജിലേക്ക് പോകുന്നത്. ഇനി ഇറഗുലർ റേറ്റ് ആണ്. അതായത് പല സ്റ്റേജസിലും ചിലപ്പം ചെറുപ്പത്തിൽ നല്ല രീതിയിലായിരിക്കാം ഗ്രോത്ത് ഉണ്ടാവുക, പിന്നെ ഒരു മിഡിൽ ഏജിൽ ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവില്ല, അതിൻ്റെ ലേറ്റർ സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഗ്രോത്ത് വരും. അപ്പോൾ അത് ഇറഗുലർ ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഏർലി ലൈഫ് പീരീഡിലാണെന്ന് പറയുന്നുണ്ട്. അതായത് ചൈൽഡ്ഹുഡിലും അഡോളസൻസിലുമാണ് ഒരു കുട്ടിക്ക് ഗ്രോത്ത് ഏറ്റവും കൂടുതലായിട്ട് വരിക. പിന്നെ അൺഈവൺ ഗ്രോത്ത് റേറ്റ്സ് അക്രോസ് ബോഡി പാർട്സ്, അതായത് ചില ബോഡി പാർട്സ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. അതായത് ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ പറയുന്നത് ഹെഡ് അല്ലെങ്കിൽ തലയ്ക്കായിരിക്കും വലുപ്പം കൂടുതൽ, അപ്പോൾ അൺഈവൺ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്.
പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. പല ഇൻഡിവിജ്വലിൻ്റെയും ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇതിനൊരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻറ്റ് പാറ്റേൺ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുട്ടി ഇഴഞ്ഞു തുടങ്ങിയതിന് ശേഷം, അത് മുട്ടിൽ ഇഴഞ്ഞൊക്കതിന് ശേഷം മാത്രമായിരിക്കാം ആ കുട്ടി വോക്ക് ചെയ്യുന്നത്. അങ്ങനെ വോക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ആ കുട്ടി ഓടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ സീക്വൻസ് അതിലുണ്ട്. പിന്നെ ഇറ്റ് ഈസ് മോഡിഫൈബിൾ ബൈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി, അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണ്ടീഷൻ. ഇപ്പം ന്യൂട്രീഷൻ കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള വളർച്ച ഉണ്ടാവും. അത് കുറവാണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച അത് ബാധിക്കാം. പിന്നെ പറയുന്നത് മെഷറബിൾ ചേഞ്ചസ് ആണ്. നമുക്ക് ഈ ഗ്രോത്ത് ഇപ്പോൾ ഹൈറ്റ്, ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ നമുക്ക് അവർ എത്രത്തോളം ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് ഒരാളുടെ ജനറ്റിക് മേക്കപ്പും സറൗണ്ടിങ്സും ഒക്കെ അവരുടെ ഗ്രോത്തിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്സിൻ്റെ ഐ തിങ്ക് 2 മാർക്സ് ഓർ 4 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിലൊരു 11 പറയുന്നുണ്ട്. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഈ കണ്ട 10 എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചിട്ടുള്ളതാണ്? ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രോത്ത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒന്നാണ്. ഡെവലപ്മെൻറ്റ് ഫോളോസ് ആൻ ഓർഡർലി പാറ്റേൺ. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ലീഡ്സ് ടു ഇൻ്റഗ്രേഷൻ. ഡെവലപ്മെൻറ്റ് proceeds from egocentrism to allocentrism. Development proceeds from heteronomy, which means dependence, to autonomy. Development is an individualized process. Development is predictable. Development is a product of interaction between maturation and learning. Development is cumulative, which means collective. Development is a product of the interaction between heredity and environment. Development is complex. Development is spiral and not linear. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഡെവലപ്മെൻറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ബയോളജിക്കൽ ഓർ ദ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ദി എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ദി സൈക്കോളജിക്കൽ പ്രോസസ്സ്. അതായത് നമുക്ക് ഇൻഹറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പല ചേഞ്ചസും, ഇപ്പോൾ വളർച്ചയാവാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രീഷൻ ആവാം, അതും പുറത്തെ ഫാക്ടേഴ്സ്, ഇത് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ സംഭവിക്കുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വളർച്ച, നമ്മുടെ കൈകാലുകൾക്ക്, ഒരു കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ കൈ വളരുന്നു, കാല് വളരുന്നു തുടങ്ങിയ കാര്യങ്ങളും ആ കുട്ടിയുടെ പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ എന്നല്ല പറയുന്നത്, കൺസെപ്ഷൻ, അതായത് ഒരു കുട്ടിയെ ഒരമ്മ ഗർഭം ധരിക്കുന്ന സമയം മുതൽ അവരുടെ ഡെത്ത് വരെ സംഭവിക്കുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ്. പക്ഷേ ഗ്രോത്ത് അങ്ങനെയല്ല. ഗ്രോത്ത് ഒരു പർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ ഏജിൽ എന്താണ് ഹോൾട്ട് ആണ്. ഇപ്പോൾ ഒരാളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് അല്ലേ, വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അതൊരു പർട്ടിക്കുലർ പീരീഡിൽ നിൽക്കുന്ന ഒന്നാണെങ്കിൽ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. അതായത് നമ്മുടെ ബ്രെയിനിന് പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതിപ്പം ഇപ്പോൾ ഓർമ്മ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഓർമ്മ കുറവായിരിക്കും. പക്ഷേ അതും ദാറ്റ് ഈസ് സ്റ്റിൽ ആ ഡെവലപ്മെൻറ്റ്. പിന്നെ ഗ്രാജുവൽ ഇംപ്രൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വൊക്കാബുലറി ലേണിംഗ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഒക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഡെവലപ്മെൻറ്റിന് ഒരു ഓർഡർലി സീക്വൻസ് ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺസ് ഉണ്ട്. അത് എല്ലാ ഇൻഡിവിജ്വൽസിലും സിമിലർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കുട്ടികൾ നേരിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നതിന് മുമ്പ് ബാബിൾ ചെയ്യാൻ തുടങ്ങും. ബാബിളിങ് മീൻസ് ഇങ്ങനെ മുറുമുറുക്കുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡ്സൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ പ്രോപ്പർ സ്പീക്കിങ്ങിലേക്ക് പോവുക. ഇറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നുണ്ട്. അതായത് മൂവ്സ് ഫ്രം ജനറൽ പാറ്റേൺസ് ഓഫ് റെസ്പോൺസസ് ടു സ്പെസിഫിക് വൺസ്. അതായത് ആദ്യമൊക്കെ കുട്ടികളെ എന്ത് ചെയ്യുകയാണെങ്കിലും അവർ ഹോൾ ബോഡി യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. പിന്നീടാണ് അവർ സ്പെസിഫിക് ആയിട്ട് റെസ്പോൺസിലേക്ക് പോകുക. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ ചിരിപ്പിക്കുകയാണെങ്കിൽ, അവർ ചിരിക്കുകയാണെങ്കിൽ, നമ്മൾ ചിരിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ വി വിൽ ബി ഓൺലി യൂസിങ് അവർ മൗത്ത്. നമ്മുടെ മൗത്ത് മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്തത്, സ്മൈൽ ചെയ്യുക, ചിരിക്കുക. പക്ഷേ ചെറിയ കുട്ടികൾ എന്താണ്? ഹോൾ ബോഡി ലോഫ്റ്റാണ്. അവരവരുടെ മൊത്തം ബോഡിയും യൂസ് ചെയ്തിട്ടായിരിക്കും പലതും ചെയ്യുക. അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഫുൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഗ്രാബ് ചെയ്തായിരിക്കും ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊടേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ പോലും അവർ ഫുൾ ഇങ്ങനെ ഗ്രാബ് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പോൾ പലതും അവർ ഫുൾ എന്താ പറയുക, ഫുൾ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഓർഗൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്നും റിഫൈൻഡ് ആയിട്ടുള്ളത് ഫുൾ ബോഡി യൂസ് ചെയ്ത് കുലുങ്ങും ചിരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് സ്മൈൽ ചെയ്താൽ മതി എന്ന് അവർ ഗ്രാജ്വലി മനസ്സിലാവും. അതാണ് ജനറൽ റെസ്പോൺസിൽ നിന്നും സ്പെസിഫിക് റെസ്പോൺസ് എന്ന് പറയുന്നത്.
ഇനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റിന് പല ആസ്പെക്ട്സ് ഉണ്ട്. സോഷ്യൽ, ഫിസിക്കൽ, കൊഗ്നിറ്റീവ് മീൻസ് മെൻ്റൽ എബിലിറ്റീസ്. ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് ഫിസിക്കൽ ഗ്രോത്ത് ആണ് നമ്മുടെ മൊബിലിറ്റി. നമുക്ക് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാനുള്ള കഴിവ്. അങ്ങനെ ഫിസിക്കൽ ഗ്രോത്ത് ഉള്ള ഒരാളുടെ സോഷ്യൽ ഇൻട്രാക്ഷനും എങ്ങനെയായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായി പറയുന്നതാണ്, ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും വിത്ത് എ പേഴ്സൺ ഹു ഡസൻറ്റ് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ആ പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ അത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ കുട്ടികളിലും ആ കുട്ടികൾ അച്ചീവ് ചെയ്യുന്ന ഈ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്ന റേറ്റിലാണെങ്കിലും എക്സ്റ്റെൻഡ് ഓഫ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ തന്നെ ഇപ്പോൾ ചില കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും, അവരുടെ സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓരോ ഡെവലപ്മെൻറ്റിനും ഇറ്റ് ഹാസ് ട്രേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ സ്റ്റേജിനും ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് ഓരോ ഏജിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ആ ഓർഡർ ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ചില ട്രേറ്റ്സ് അല്ലെങ്കിൽ ചില പ്രത്യേകതകൾ ചില സ്പെസിഫിക് ഏജിലായിരിക്കും റാപ്പിഡായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില സ്റ്റേജസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സലി ഡിസൈറബിൾ ബിഹേവിയർ, നമ്മൾ കുട്ടികളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. ഷെയറിങ്, എംപതി, ഇതൊക്കെ പല ഏജിലും പലപ്പോഴായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ട്രേറ്റ്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് ചാപ്റ്റർ 3 പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി ഡെവലപ്മെൻറ്റ് ക്യുമുലേറ്റീവ് ആണ്, കളക്റ്റീവ് ആണ്. അതായത് പറയുന്നത് ഒരു സ്റ്റേജിലെ ഡെവലപ്മെൻറ്റിന് ശേഷമാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജും പിന്നീട് വരുന്ന ഗ്രോത്തിലേക്കുള്ള ഒരു ഫൗണ്ടേഷനാണ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ഇപ്പം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി ചിലപ്പോൾ മുട്ടിൽ നിൽക്കും, പിന്നെ മുട്ടിലഴയും, പിന്നെ പിടിച്ചു നിൽക്കും, പിന്നെ ഒരു സ്റ്റെപ്പ് വയ്ക്കും, 2 സ്റ്റെപ്പ് വയ്ക്കും, പിന്നെ നടക്കും, പിന്നെ ഓടും. അങ്ങനെ ഓരോന്നിൻ്റെയും ഫൗണ്ടേഷൻ നടന്നതിന് ശേഷമാണ് ഒരു പർട്ടിക്കുലർ അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നത്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പർട്ടിക്കുലർ സ്റ്റേജും മുന്നത്തെ എക്സ്പീരിയൻസിനെ ബിൽഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ ആണ്. അതായത് അതിന് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എഡ്യൂക്കേഷൻ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പ്രെഡിക്റ്റബിലിറ്റിയെ യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ ഫിസിക്കൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓരോ ഏജിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നത്. ഇതൊക്കെ ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് ജീൻസ് ത്രൂ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ ആക്കുന്നുണ്ട്, ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സും നമുക്ക് നല്ല ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്, നമ്മുടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി അത് ബൂസ്റ്റ് ചെയ്യും. അതാണിപ്പം അമൃതം പൊടിയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈറ്റമിൻ എ കൊടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എൻവയോൺമെൻറ്റ് ബെറ്ററാക്കി അവരുടെ ഡെവലപ്മെൻറ്റിനെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം മെച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ നാച്ചുറൽ അൺഫോൾഡിങ് ഓഫ് ട്രേറ്റ്സ് വിത്തൗട്ട് സ്പെസിഫിക് ട്രെയിനിങ്. അതായത് ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ തന്നെ ഓരോ ആളുകളിലും അവരുടെ മേ ബി ത്രൂ ജീൻസ് ഓർ മേ ബി ഫ്രം ദെയർ പാരൻസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിന് എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറലായിട്ട് തന്നെ അത് വരുന്നുണ്ട്, വിത്തൗട്ട് അതിന് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമുക്ക് വരുന്ന ക്യാരക്ടർ ചേഞ്ചസ് അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ചസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അതൊരു പർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു മെച്ചുറേഷൻ സംഭവിക്കുമ്പോൾ അത് ഹോൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നതിന് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ അത് ഫോറെവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, വളർന്നുള്ളത് വലുതായിക്കൊണ്ടിരിക്കുകയല്ല. ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നിൽക്കും. പക്ഷെ അത് കണ്ടിന്യൂസ്ലി നമ്മുടെ മരണം വരെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കമ്പാരിസൺ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ ബി ഷെയറിങ് ദിസ് PDF. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് നോക്കി പോകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മേ ബി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? 4 മാർക്സിനും ചോദിക്കാം, മേ ബി പാരഗ്രാഫിനും ചോദിക്കാം. അപ്പോൾ പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ 1-2 ഡെഫിനിഷൻസ് എഴുതണം. ഡെഫിനറ്റ്ലി 1-2 ഡെഫിനിഷൻ എല്ലാത്തിനെ കുറിച്ചും പഠിച്ചു വെക്കണം. ഇപ്പോൾ വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഈ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ക്രോ ആൻഡ് ക്രോവിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അബൌട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതെന്തായാലും പഠിക്കാം.
ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ് ഗ്രോത്ത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. അത് ഗ്രോത്ത് നമുക്ക് ഇൻ വെയ്റ്റ്സ്, ഇൻ നമ്പേഴ്സിൽ പറയാൻ പറ്റും. ഇപ്പോൾ കുട്ടി എത്ര വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം, എത്ര ഹൈറ്റിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്, അതാണ് ഗ്രോത്ത് നോക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഫിസിക്കലും സോഷ്യലും ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. കുട്ടി കരയുന്നുണ്ടോ, കുട്ടി വാശി പിടിക്കുന്നതോ ഒക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഡെവലപ്മെൻറ്റിൽ ഫിസിയോളജിക്കൽ വരുന്നുണ്ട്, ബിഹേവിയറിൽ വരുന്നുണ്ട്, സ്കിൽ ബേസ്ഡ് വരുന്നുണ്ട്. ഗ്രോത്ത് കണ്ടിന്യൂസ് അല്ല, ഒരു മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് എൻഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലൈഫാണ്. ഫ്രം ദ മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ, ഗർഭം ധരിക്കുന്നത് മുതൽ മരണം വരെയാണ്. ഗ്രോത്ത് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. ഡെവലപ്മെൻറ്റ് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല, അത് സബ്ജക്റ്റീവാണ്. ഗ്രോത്ത് എൻഡ്സ് വിത്ത് മെച്യൂരിറ്റി, അതായത് ഓരോ ഓർഗൻ്റെയും അല്ലെങ്കിൽ ബോഡിയുടെയും മെച്യൂരിറ്റി എന്നാണോ എത്തുന്നത് ആ ടൈമിൽ അത് നിൽക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് അൺടിൽ ഡെത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഹെറിഡിറ്റി ആണ്, എൻവയോൺമെൻറ്റ് ആണ്, മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ് ആണ്. ഗ്രോത്തിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് ഹൈറ്റ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എബിലിറ്റീസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ് ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഇതെല്ലാമാണ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് നാരോ ഫോക്കസസ് ഓൺലി ഓൺ ദി ഫിസിക്കൽ ആസ്പെക്ട്സ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എല്ലാ തലങ്ങളെയും അത് നോക്കുന്നുണ്ട്, സോഷ്യൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ എല്ലാം. ഇനി ഗ്രോത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റില്ല, അത് ഓരോ കുട്ടികളിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഓരോ സമയത്തും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി ഇയേഴ്സിൽ ചൈൽഡ്ഹുഡിലായിരിക്കാം അത് പെട്ടെന്ന് വളർച്ച കൈവരിക്കുന്നത്. മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അഡോളസൻ പീരീഡൊക്കെ ആകുമ്പോഴത്തേക്കും അത് സ്ലോ ആവുന്നതായിട്ട് കാണാം. ഇനി ഡെവലപ്മെൻറ്റിൻ്റെ റേറ്റും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, എക്സ്പീരിയൻസസ്, എൻവയോൺമെൻറ്റൽസും ഇതൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഹൈറ്റ്, വെയിറ്റ്, ഓർഗൻ സൈസ് ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റിൽ ലേണിംഗ് ടു റീഡ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, സോഷ്യൽ സ്കിൽസ് ഇതെല്ലാം വരുന്നുണ്ട്. ഇനി ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇതല്ല ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതായത് ബയോളജിക്കൽ മെക്കാനിസം ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബയോളജിക്കൽ സൈഡ് പറയുന്നുണ്ട്. ഇപ്പം മില്യൺസ് ഓഫ് സ്പെർം റിലീസ് ആവുന്നുണ്ട്, അതെല്ലാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പോകുന്നുണ്ട് ഡ്യൂറിങ് ദ ഇൻ്റർകോഴ്സ്. അതിലേതെങ്കിലും ഒരു സ്പെർം എന്ത് ചെയ്യുന്നു, ഈ ഫെലോപ്പിയൻ ട്യൂബിലെ എഗ്ഗിലെത്തുകയും അവിടെ വെച്ച് അത് ഫ്യൂസ് ആവുകയും അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ജനറ്റിക് മെറ്റീരിയൽ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനെ സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഇതിൽ ഏകദേശം 46 ക്രോമസോംസ് ഉണ്ടാകും. അതായത് 2 പാരൻസിൽ നിന്നും 23 വെച്ചിട്ട് കിട്ടിയിട്ട് ഇവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. 46 ക്രോമസോം ഉണ്ട്. ഈ സൈഗോട്ടാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെർം പോകുന്നു, ഫ്യൂസ് ചെയ്യുന്നു, 2 പേരുടെ കയ്യിൽ നിന്നും ക്രോമസോം എടുത്തിട്ട് 46 ക്രോമസോം ഉള്ള ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം അവിടെ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇനി സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി സൈഗോട്ട് വീണ്ടും ഒരു മയോട്ടോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, അതിനെയാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ഇത് ഫലോപ്പിയൻ ട്യൂബിലൂടെ പോയി യൂട്രസിലെത്തുന്നു. ഒരു 3-5 ദിവസത്തെ ജേർണിയാണിത്. അതിനുശേഷം എംബ്രിയോ ഫോം ചെയ്യുന്നുണ്ട്. സൈഗോട്ട് എന്താവുന്നു, മോറുള്ളാവുന്നു. അതിനുശേഷം ബ്ലാറ്റോസിസ്റ്റ് ആവുന്നുണ്ട്. ഇതിനെ അതായത് എ ഹോളോ സ്ട്രക്ചർ വിത്ത് ഇന്നർ സെൽ മാസ് എന്നാണ് പറയുന്നത്. ഇത് പിന്നീട് എംബ്രിയോ ആവുന്നു. ഇതിന് ഔട്ടർ സെൽസും പ്ലാസൻ്റെയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനുശേഷം ഈ ബ്ലാറ്റോസിസ്റ്റ് ഈ യൂട്രസിൻ്റെ അല്ലെങ്കിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിനോട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഈ പ്രോസസ്സിനെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇതാവുന്നതും അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും മറ്റതിലൂടെയുള്ള ആ ന്യൂട്രിയൻസ് കുട്ടിക്ക് എക്സ്ചേഞ്ച് ആവുന്നതും ഈ ഒരു ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഇത് ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡ്യൂറേഷൻ, ഈ ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ ഉള്ളതിനാണ് നമ്മൾ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷനിൽ എംബ്രയോ അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ പ്ലാസൻ്റ അമ്മയുടെ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിലെ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. പിന്നെ ചൈൽഡ് ബർത്ത് ആൻഡ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇതിലിപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കറിയാം, എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. സ്പെർം എന്ന് പറയുന്നത്
മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. സൈഗോട്ട് എന്ന് പറയുന്നത് സ്പേമും ഓമും കൂടെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ യോജിക്കുമുണ്ടാകുന്നതിനാണ്. എംബ്രയോ എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഫിറ്റസ് എന്ന് പറയുന്നത് ലേറ്റർ ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ആണ്. ഏകദേശം 270-280 ദിവസമാണ് എടുക്കുക. ഇനി ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദ യൂട്രസ്. ഏകദേശം നമ്മൾ 9 മാസം എന്ന് പറയില്ലേ, അതായത് 40 ആഴ്ച. ഈ ഇതിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുക. ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത് യൂട്രസിൽ വരുന്ന കൺട്രാക്ഷൻ കൊണ്ട് നടക്കുന്ന ഒന്നാണ്. അങ്ങനെ ബേബി ബർത്ത് നടക്കുന്നു. പിന്നെ മൾട്ടിപ്പിൾ ബർത്തിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് മെറ്റേണൽ അല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസും ഫ്രറ്റേണൽ അല്ലെങ്കിൽ നോൺ ഐഡന്റിക്കൽ ട്വിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. മെറ്റേണൽ ട്വിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജനറൽ ഡെവലപ്മെൻറ്റിൽ ഓവവും സ്പെർമും ഉണ്ടാവും. അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നു, എംബ്രയോ ഉണ്ടാവുന്നു, ജനിച്ചതിന് ശേഷം ഇൻഫൻറ്റ്, ചൈൽഡ് പേഴ്സൺ, ഇതാണ് വരുന്നത്. മെറ്റേണൽ ട്വിൻസിൽ ഈ ഓവവും സ്പെർമും ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഈ സൈഗോട്ട് അത് ക്ലീവേജ് ആവുന്നു. ഈ ക്ലീവേജ് രണ്ടായി വിഭജിച്ച് 2 സൈഗോട്ടുകളാവുന്നു. അതായത് ഈ ഓവവും സ്പെർമും ഫ്യൂസായി സൈഗോട്ട് ഫോം ചെയ്തു. ഈ സൈഗോട്ട് തന്നെ 2 സൈഗോട്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് മെറ്റേണൽ ട്വിൻസ് ഉണ്ടാകുന്നത്. ഓവം 2 സെപ്പറേറ്റ് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് 2 സെപ്പറേറ്റ് സൈഗോട്ട്സ് ഉണ്ടാകുന്നു. അപ്പോൾ 2 ഡിഫറെൻറ്റ് എംബ്രോയിസ് ഉണ്ടാകുന്നത്. 2 സ്പേം വരികയും 2 ഓവമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ഫ്രറ്റേണൽ അല്ലെങ്കിൽ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത്. മറ്റേത് എന്താണ്, ഓവം സ്പേമും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് തന്നെ ഫോം ചെയ്തതിന് ശേഷം അത് 2ആയി മാറുന്നതിനാണ് മെറ്റേണൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. ഇപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടറാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഹയർ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാനും പെട്ടെന്ന് പുതിയ ബിഹേവിയേഴ്സ് പഠിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ഹൈ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊഗ്നിറ്റീവ് മെച്യൂറേഷൻ, മാനസിക വളർച്ചയൊക്കെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ദ പീപ്പിൾ വിത്ത് ലോവർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി സെക്സിൽ എന്തൊക്കെ ഡിഫറൻസ്, സെക്സ് പരമായിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഫിസിക്കൽ ഡിഫറൻസുകൾ. ഇപ്പോൾ ബോയ്സിലും ഗേൾസിലും ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനന സമയത്ത് നോക്കുകയാണെങ്കിൽ ബോയ്സ് കുറച്ചും കൂടെ വിൽ ബി ലാർജർ ദാൻ ദ ഗേൾസ്, ബട്ട് ഗേൾസ് ടെൻഡ് ടു ഗ്രോ മോർ റാപ്പിഡ്ലി ഡ്യൂറിങ് ചൈൽഡ്ഹുഡിൽ പക്ഷേ പെൺകുട്ടികളായിരിക്കും പെട്ടെന്ന് വളരുക എന്ന് പറയുന്നുണ്ട്. മെച്ചുറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളേക്കാൾ മുൻപിൽ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ മെച്ചുറേഷൻ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നത് ഗേൾസ് ആണെന്ന് പറയുന്നുണ്ട്. മെൻ്റൽ ഡെവലപ്മെൻറ്റിലും ഗേൾസാണ് മെൻ്റലി ആൺകുട്ടികളെക്കാൾ മുൻപായിട്ട് മെച്ചുവർ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെൻ്റൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഗ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഫിസിക്കലി മെൻ്റലി. അതുപോലെ തന്നെ തൈമസ് ഗ്ലാൻസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ചെസ്റ്റ് ഗ്രോത്ത് ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. സെക്സ് ഗ്ലാൻസ് എന്ന് പറയുന്നത് പ്യൂബർട്ടി പീരീഡിൽ അതിന് അത്ര ഒരു ഡെവലപ്മെൻ്റ് ഇല്ല. ഡ്യൂറിങ് ദ അഡോളസൻസ് ആണ് അതിൻ്റെ ആക്ടിവിറ്റി കൂടുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ റേസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാളുടെ റേഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, സ്കിൻ കളർ, മറ്റ് ഫിസിക്കൽ ട്രേറ്റ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് പാറ്റേണിലും ഡിഫറെൻറ്റ്. ഇപ്പോൾ മെഡിറ്ററേനിയൻ റേസസിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ അവർ ഫിസിക്കലി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഡെവലപ്മെൻറ്റിന് എയർ ആൻഡ് സൺലൈറ്റ് വേണം. നല്ല വായുവും അതുപോലെ അത്യാവശ്യത്തിന് സൂര്യപ്രകാശമൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ബോഡി സൈസ് ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ന്യൂട്രീഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഫങ്ഷണൽ ഡെവലപ്മെൻറ്റിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ മാൽ ന്യൂട്രീഷൻ ആണ്, അതായത് അതിൻ്റെ കുറവ് കൊണ്ട് ഫിസിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം ഹെൽത്തി ആൻഡ് ഒപ്റ്റിമൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ബാധിക്കാം. ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസിൽ പറയുന്നത് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെൻറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പാറ്റേണിനെയും ഓവറോൾ ഡെവലപ്മെൻറ്റിനെയും സോഷ്യൽ ഇൻട്രാക്ഷൻ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ കൾച്ചറും അവരുടെ
ഇൻട്രാക്ഷനെയും കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്റ്റാറ്റസ്, ഓർഡർ ഓഫ് ബർത്തിന് പോലും ഒരു കുട്ടിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ബോൺ ആണെങ്കിൽ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൂടുതലുണ്ടാവും. ലാസ്റ്റ് ബോൺ ആയിട്ടുള്ള കുട്ടികൾ ഓഫൺ പാമ്പേർഡ് ആയിരിക്കും, അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. മിഡിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ഓൾഡർ സിബ്ലിങ്ങിനെ മോഡൽ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. യൂണിറ്റ് 1 ചാപ്റ്റർ 1 ഇത്രയാണ് പറയുന്നത്. ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 3 വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക്